കിട്ടിയോ സാധനത്തെ കിട്ടിയോ? ആ എന്തോ ഐറ്റം എന്തോ? നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർപ്പായ ട്രാവൽ വ്ളോഗ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. പനി നല്ല പനിയായി. 2 ദിവസം മഴയൊക്കെ നനഞ്ഞ് കണ്ടാണല്ലോ. ഇപ്പം മീൻപിടുത്തമാണ് പരിപാടി. അപ്പം മീനെ പിടിച്ച് കരയിലിട്ടു. അല്ല, എനിക്ക് പുറകിൽ കാണുന്ന ഈ വയലുണ്ടല്ലോ, ഇത് ഏകദേശം ഒരു 15 വർഷക്കാലമായിട്ട് കൃഷിയൊന്നുമില്ല, ഇങ്ങനെ കിടന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ സഹകരണ ബാങ്ക് ഇതെല്ലാം ഏറ്റെടുത്തിട്ട് അവർ സ്വന്തമായിട്ട് കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. നിറയുണ്ട്. ഒരു 1.5 കിലോമീറ്റർ ഇങ്ങനെ നീളത്തിൽ വയല, അതിങ്ങനെ എടുത്ത് കൃഷി ആരംഭിച്ചു. പിന്നെ 500 സബ്സ്ക്രൈബർ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ വളരെ സന്തോഷം. നമുക്കത് എത്രയും പെട്ടെന്ന് 1000-ലേക്ക് എത്തിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ട്രാവൽ വ്ളോഗെന്ന് വെച്ചാൽ വലിയ ട്രാവലൊന്നും അല്ല, നടന്നിങ്ങനെ വരുന്നൊരു വ്ളോഗാണ്. കാരണം ചെറുപ്പകാലത്ത് ഈ സ്കൂളിലൊന്നും പോകത്തില്ല, ഇങ്ങനെ ഇതിലേക്കൂടെ തെരപ്പാല ഇങ്ങനെ നടത്തിയുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഴയ ഒരു ഓർമ്മയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർ നന്നായിട്ട് മീൻ പിടിക്കുന്നവരാണ്. അവരുടെയൊക്കെ വിശേഷങ്ങൾ, അവരുടെ വിവരങ്ങളൊക്കെ പതിയെ പുറകെ വരും കേട്ടോ. പനിയായിട്ട് ഒന്നും സംസാരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും കറുപ്പായി ട്രാവൽ വ്ളോഗ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ കീഴിൽ കയറി ഞെരുങ്ങിയിരിക്കരുത് അതിനകത്ത്. നമ്മുടെ ദിനേശ് അത് വരുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും കിട്ടിയോടാ? മീൻ കിട്ടിയോ? നോക്കട്ടെ തുറന്നേ. കായട്ടെ. ഞാൻ വന്നതിന് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ആ നെടുമീനുണ്ടല്ലോ, ഏതൊക്കെയാ കൂടുതൽ? ഏതാണോ? എനിക്ക് പറ്റാത്ത ഏതാ? ആരാൻ്റെ 2 ചോറ് കപക്കെട്ടിന് നെടുമീനിൻ്റെ നല്ല. കിട്ടിയോ സാധനത്തെ കിട്ടിയോ? എന്തോ ഐറ്റം എന്തോ?
അതുകൊണ്ട് ഈ മീൻ കണ്ട ആരാൻ ഇത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലേ നമ്മുടെ കൈയും കാലൊക്കെ മുറി. ഇത് കണ്ടോ ചരിച്ചു പിടിച്ചിടാം, ചരിച്ചു പിടിച്ചാൽ കണ്ടോ എൻ്റെ മുള്ളു കണ്ടോ, നിൻ്റെ കൈ മുറിഞ്ഞോളാം. ഇവ സമ്മാനം മേടിച്ചു കേട്ടോ. ഒന്നുകൂടെ ഉണ്ടല്ലേ. ഇതുണ്ടോ ഇത് നല്ല എന്താ പറയുക, നല്ല അരപ്പായി നമ്മുടെ എന്താ പറയുന്നത് മറ്റേ ഇതുണ്ടല്ലേ ഉറുമ്പ്. ഏത് ഉറുമ്പാ അത്? കട്ടുറുമ്പിൻ്റെ കായും തച്ചല്ലേ ഇത്. അപ്പം ഇതും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് അടുത്ത ഇടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ കിട്ടുന്നതും കൊണ്ട് വീട്ടിൽ പോവാം. അപ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ അവസാനിച്ച് ഇനി നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം അതിനെ വറുത്ത് തട്ടി വിടാൻ. നല്ല കവക്കെട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. പിന്നെ കൊല്ലം ജില്ലയിലെ നമ്മുടെ തിരുവനന്തപുരം മേഖലയിൽ നിന്ന് മീൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്ന കുറേ ആളുകൾക്ക്, അതായത് മീൻ കച്ചവടം ചെയ്യുന്ന കുറേ തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചായിരുന്നു. പിന്നെ കൊല്ലം ജില്ലയിൽ പൂർണ്ണമായും മത്സ്യവ്യാപാരം പൂർണ്ണമായും നിർത്തിവെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് മീൻ കിട്ടാതായപ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നല്ല വരുമാന മാർഗ്ഗമായി. കാരണം നമ്മുടെ നാട്ടുകാർക്ക് മീൻ വർഷമൊന്നും ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഇതെങ്കിൽ തോട്ടുമീൻ നല്ലൊരു വരുമാനം തന്നെ. അപ്പോൾ 5 മണി കഴിഞ്ഞതുകൊണ്ട് ഇന്നത്തെ പരിപാടി എല്ലാം അവസാനിച്ചു. അപ്പോൾ ദിനേശും നമ്മുടെ തുഷാന്ത് എന്ന് പറഞ്ഞ സുഹൃത്തോടെ കൂടിയിട്ട് ഈ നെടുമീൻ ഒഴികെയുള്ള ബാക്കിയുള്ള മീൻ എടുത്തിട്ട് പോയിട്ടുണ്ട്. അവർ ആരെയൊക്കെയോ ഫോണിൽ വിളിക്കുന്നത് കേട്ടു. അത് നല്ലൊരു വിലയ്ക്ക് കച്ചവടമാക്കിയെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ നെടുമീനാണെങ്കിൽ നമ്മുടെ അജീഷ് എനിക്ക് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. എൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് അതിൻ്റേതായ രീതിക്ക് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വൃത്തിയാക്കി വാങ്ങിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ മീൻ നമ്മൾ വൃത്തിയാക്കി കിട്ടി. ആ തൊലി തുറന്നതിന് ശേഷം ഇതിനകത്താണ് ഔഷധ ഗുണങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. മറ്റത് മാംസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടെ നമ്മൾ വറുത്ത് കഴിക്കും. ഇതിനൊപ്പം തിരിച്ചു പിടിച്ച് അപ്പോൾ നിങ്ങളിനി നാളെ ഒരു ദിവസം ചെയ്താൽ കൂടി അതെ നെടുവിൻ്റെ തോല് ഇത് കൊണ്ട് ചെന്നിട്ട് കുറച്ച് നേരം ഉപ്പിലിട്ട് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അരിമാവ് ചേർത്തോ അതല്ല നിങ്ങൾ എങ്ങനെ മീൻ വറക്കുന്നു ആ രീതിയിൽ വറുത്ത് കഴിക്കാം. അപ്പോൾ നമുക്കിനി ബാക്കി വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് വന്നു, അവർക്കൊപ്പം കൂടി മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇപ്പോഴും മാത്രമേ മാസ്ക് ഇട്ടിട്ടുള്ളൂ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴല്ല, വീഡിയോ എടുക്കുന്ന സമയങ്ങളിലൊക്കെ മാത്രം ഒന്ന് മാസ്ക് മാറ്റിയിട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും ആരും ഇനി പറയരുത്. കാരണം നേരെ ഇരുട്ടി തുടങ്ങി. അവൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം അവിടെ ഇവിടെ എല്ലാം കറങ്ങി നടന്ന് മാസ്ക് ഉപയോഗിച്ചിട്ടില്ല, സാമൂഹിക അകലം പാലിച്ചിട്ടില്ല എന്നൊന്നും പറയരുത്. വീഡിയോ എടുക്കുന്ന സമയത്ത് വേണ്ടി മാത്രമാണ് മാസ്ക് ഒന്ന് മാറ്റി വെച്ചത്. അപ്പോൾ അതിപ്പോഴാണ് ഓർത്തത്. അപ്പോൾ എൻ്റെ വണ്ടി തങ്ങിയിരിക്കുകയാണ്. ഈ പാലത്തിൽ കൂടെ നടന്ന് ഈ വയലിൽ കൂടെ നടന്ന് കയറി ചെന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണാം. ബൈ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വയലിൽ വരമ്പത്തൂടെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ള 2 പേരൊപ്പം ഉണ്ട്, അനന്തും അജീഷും. അജീഷിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അവനൊരു നല്ല മീൻപിടുത്തക്കാരനാണ്. പിന്നെ ഒരാളുണ്ടായിരുന്നു തുഷാന്ത്, അയാൾ നേരത്തെ അങ്ങ് പോയി, കുറച്ച് മുമ്പേ അങ്ങ് പോയി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോട്ടുമീനോ ആറ്റുമീനൊക്കെ വേണമെങ്കിൽ അവരെ വിളിച്ചാൽ മതി. അവർ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ പിടിച്ചു തരും. ഓക്കെ. ഇത് ബുദ്ധിമുട്ടാട്ടോ. അയ്യപ്പാ, ഞാൻ വിചാരിച്ച് വീണമെന്ന്. കമുകിൻ്റെ പാലത്തിൽ കൂടെ അഭ്യാസം കാണിച്ച്. ഓക്കെ. അപ്പോൾ അതൊന്ന് പറയാൻ മറന്നു, അതുകൊണ്ടാണ് ഇന്നൂടെ വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടെ, മഴ വരുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്ന് കാണാം. ബൈ. കുറേ നേരം കൊണ്ട് വീട്ടിൽ പോകുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ. ബൈ. ഞങ്ങൾ വീട്ടിലെത്തി. മഴയായിരുന്നു, മഴ തന്നെ ഇഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ കുളിക്കുന്ന സമയം കൊണ്ട് അമ്മ ബാക്കി പരിപാടികളൊക്കെ അങ്ങ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇത്
അമ്മയുടെ അതേ രീതിയിൽ വൃത്തിയാക്കിയിട്ട് ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ സാധാ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വറുക്കണം കേട്ടോ. വറുക്കുന്ന വിശേഷങ്ങളിലേക്കൊക്കെ വരാം. വറുത്തതിന് ശേഷം സാധാരണ രീതിയിൽ ഞാൻ പറയുകയാണ്, ഞങ്ങളുടെയൊക്കെ രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് കഴിക്കത്തില്ല. ഇത് ഒരു ദിവസം ഇത് ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് മറുനാളേക്ക്, അതായത് ഇന്നിപ്പം വൈകുന്നേരം വറുത്തിട്ടുണ്ടെങ്കിൽ നാളെ കാലത്തെ എടുത്ത് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാകുന്നതാണ് ഞങ്ങളുടേതായൊരു നിഗമനം. കാരണം ഞങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് വറക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം കേട്ടോ. അപ്പോൾ കണ്ടോ അതിലൊരു മഞ്ഞ കളർ കണ്ടോ നിങ്ങൾ? അത് ശരിക്കും ആ മീനിൻ്റെ നെയ്യാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ആ നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ആ നെയ്യ് നമ്മൾ ഒഴിവാക്കുന്നില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടി വെച്ച വാഴയിലയിലേക്ക് ആ നെയ്യ് ഉൾപ്പെടെ നമ്മൾ അങ്ങോട്ട് ഒഴിക്കുന്നു. ഒഴിച്ചതിന് ശേഷം അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് വെക്കണം. കാരണം ഈ കഫക്കെട്ടുള്ളവർക്കുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഫക്കെട്ടിന് വേണ്ടിയിട്ടാണ് ഈ മീൻ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെയ്യാണ് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ അധികം ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കിഷ്ടാനുസരണം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഒരല്പം കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി എന്ന് വെച്ചാൽ പച്ച കുരുമുളക് പൊടി ഇടുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് വെന്തിരിക്കുന്ന മീനിൻ്റെ മുകളിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി ഇടുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രുചിക്ക് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട. അതിന് ശേഷം ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ ചെയ്യുന്ന രീതിയാണ്, അതിലേക്ക് നന്നായിട്ട് എന്താ പറയുക പച്ച കറിവേപ്പില അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് എടുത്തിട്ട് 1, 2, 3 എനിക്കിഷ്ടം. അപ്പോൾ ഈ ചൂടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ കറിവേപ്പിലയും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ വാഴയില നന്നായിട്ട് അങ്ങ് മടക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ മീനിൻ്റെ ചൂടിൽ ഈ കറിവേപ്പിലയും ഈ കുരുമുളക് പൊടിയും കൂടെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഒരു മണം, അതിൻ്റെ ഒരു രുചി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മടക്കി വാഴനാര് വെച്ച് നമ്മളങ്ങ് കെട്ടുമ്പോൾ നമുക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന മീനിനെ, ഈ ചേറ്റിലെ മീനാണല്ലോ, ചെളിയിലൊക്കെ കിടന്ന മീനല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ചേറിൻ്റെയൊക്കെ ഒരു ഗന്ധം നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ കഴിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടിയിട്ട് നമ്മൾ എപ്പോഴും എടുക്കാനോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേക വാസന അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കിട്ടുന്നത്. ഒന്നിലധികം ഇല വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. 2 വാഴയിലേക്കുള്ളിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്തത് കണ്ടായിരുന്നല്ലോ. നെയ്യ് ഉൾപ്പെടെ മീനും വെച്ചിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ടിട്ട് കറിവേപ്പിലയും വെച്ചിട്ട് വാഴനാര് വെച്ച് നന്നായിട്ട് കെട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത് ആ ചട്ടിയിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ആ ചട്ടിക്കുള്ളൊരു ചൂടുണ്ടല്ലോ, ആ ചൂട് നഷ്ടപ്പെടാതെ കുറേ നേരം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പിറ്റേന്ന് കാലത്തെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് കഴിക്കാൻ പറ്റും. നമസ്കാരം, ഏവർക്കും കർമ്മ ട്രാവൽ വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ മീൻ പൊള്ളിച്ചു, അതിനുശേഷം അതിനകത്ത് കറിവേപ്പിലയൊക്കെ വെച്ച് കുരുമുളകൊക്കെ ഇട്ട് പൊതി കെട്ടി വെച്ചിരുന്നു. അപ്പം ഇന്ന് കാലത്താണ് ഞാനത് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത് കേട്ടോ. വർക്ക്ഷോപ്പിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ 21 ദിവസക്കാലമായിട്ട് വർക്ക്ഷോപ്പ് തുറന്നില്ല. കൊല്ലം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ നാട്ടിൽ മുടക്കം നിർത്തിയതായി. അപ്പോൾ അതിനാൽ വർക്ക്ഷോപ്പൊന്നും തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ 21 ദിവസം വർക്ക്ഷോപ്പ് തുറന്നില്ല. അപ്പോൾ ക്ലീൻ ചെയ്യണമെന്നൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ദിനേശ് വന്നപ്പം അപ്പോൾ ഞാനതിങ്ങനെ പാഴ്സലായിട്ട് അപ്പോൾ ഞാൻ ധരിച്ചല്ല, ദിനേശും പിന്നെ അധികമൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കണം. അപ്പോൾ അത് ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഏവർക്കും കറുപ്പായ ട്രാവൽ വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ മീൻ മാത്രമല്ല, അപ്പോൾ ചപ്പാത്തിയും കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. ചപ്പാത്തിക്ക് വരെ അതിൻ്റെ മണമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. തണുപ്പായിട്ടുണ്ട്, നല്ല തണുപ്പായിട്ടുണ്ട്. അത്ര കിടന്നു കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്നേ രുചിച്ച് നോക്കിയാലോ.
കണ്ടില്ലേ കറിവേപ്പിലാണ് പാതി വെന്ത് കറിവേപ്പിലാണേ. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റിയണം. ആ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും മാറ്റി. അപ്പോൾ ദിനേശനാണ് ആദ്യമായിട്ട് രുചിച്ച് നോക്കുന്നത്. കുരുമുളക് പൊടി അധികമുണ്ട്, നല്ല കുഴപ്പമില്ല. ഒന്നെടുത്ത് രുചിച്ച് നോക്കി. നിനക്ക് ഇഷ്ടപ്പെട്ട കഷ്ണം. നമ്മുടെ പുതിയ താരമുണ്ട് കേട്ടോ, ആളെ പരിചയപ്പെടുത്താം. അങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് പറഞ്ഞു. അപ്പോൾ അത് ഞാനും കൂടെ ഒന്ന് രുചിച്ചു നോക്കട്ടെ. അബിയുണ്ട് ഇവിടെ കേട്ടോ, അബിയൊക്കെ ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ. കറിവേപ്പില ഒന്ന് കഴിക്കണം. പച്ച കറിവേപ്പില പൊളി. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തിയൊക്കെ കൂട്ടി ആണ്ടേ. അരുൺ ദേവ് പറയണം. അരുൺ ദേവ് എങ്ങനെയുണ്ട് സാധനം? പൊളി സാധനം. സൂപ്പർ. അപ്പോൾ നിങ്ങളോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ മീൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തുഷാന്ത് അജീഷ് എന്ന് പറഞ്ഞ 2 പേരുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾ അവരെ വിളിക്കുക. ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളുടെ വിലയ്ക്ക് അനുസൃതമായിട്ട് മീൻ കിട്ടും അവരുടെ കയ്യിൽ നിന്ന്. അത് വാങ്ങിയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ പാചകം ചെയ്യുക. അപ്പോൾ ട്രാവൽ വ്ലോഗിൽ നിന്നും പാചക വീഡിയോ ഒന്നും അല്ല, നമുക്ക് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയൊരു കാര്യം ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതുമയും വ്യത്യസ്തമായ അനവധി വീഡിയോകളുമായി ഇനിയും ഞങ്ങളെത്തും. അതുവരെ നിങ്ങളെല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ കോവിഡാണ്, പ്രശ്നങ്ങളാണ്, എല്ലാവരും മുൻകരുതലൊന്നും എടുക്കാതിരിക്കരുത്. എല്ലാം അതേപടി തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഇനിയും വീഡിയോയുമായി എത്താം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബൈ പറയുകയാണെന്ന്. ബൈ പറഞ്ഞേരെ. ബൈ. അപ്പോൾ